എന്നെ ഒരു മകന്റെ സ്ഥാനത്താ കാണുന്നെങ്കിൽ ചെറിയ ഇത് സ്വീകരിക്കണം. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാനിത് വാങ്ങി വെക്കാം, പക്ഷെ ധരിക്കില്ല. പറ്റില്ല. നാളെ ചെറിയ ഇത് ധരിച്ചെനിക്ക് കാണണം. നല്ല വില കൊടുത്തോ? ചെറിയമ്മയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടാവാതെ ജീവിതത്തിൽ ആരും എനിക്കിതുപോലെ ഒന്നും വാങ്ങി തന്നിട്ടില്ല. അയ്യോ, പുറത്തുനിന്നാരോ വാതിലടച്ചു. പുറത്തുനിന്നാരോ കുറ്റിയിട്ടല്ലോ. ആ സ്ത്രീയോ? ഇനി എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത്? ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കെ. അമ്മ എഴുന്നേറ്റ് എന്റെ കൂടെ വന്നേ. എന്താടാ, എന്തോ വിശേഷം കാണാനാ? അമ്മയ്ക്ക് കാണാൻ നല്ല വിശേഷമുണ്ട് അവിടെ. കൊച്ചുമോന്റെ തനി നിറം കാണിച്ചിരാം. വാ. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? അശ്വതിയായിട്ട് അവന് പുറത്തു പറയാൻ പറ്റാത്ത ബന്ധം. ഈ വീട്ടിൽ ആരെങ്കിലും അതറിഞ്ഞോ? കയ്യോടെ രാത്രി 2-നെ ഞാൻ പിടികൂടി മുറിയിലിട്ട് പൂട്ടിട്ടാ ഞാൻ വരുന്നത്. അമ്മയെ വിളിച്ച് കാണിക്കാതെ ഞാനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുറ്റം എനിക്കാവുമല്ലോ. വാ, അങ്ങോട്ട് വാ. ഇന്നൊരു തീരുമാനം എടുക്കണം. അമ്മയ്ക്ക് ഞാനൊരു സൂചന തന്നതല്ലേ. രാത്രി വിഷ്ണു അവളുടെ മുറി പോവാറുണ്ട്. ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. സുഗുണേട്ടനൊന്നും അറിയരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഇന്ന് വെള്ളം എടുക്കാൻ അടുക്കളയിൽ പോയപ്പോ 2-നെയും പിടിച്ചു. അമ്മ ഒന്ന് വേഗം വാ, അല്ലെങ്കിൽ സുഗുണേട്ട അശ്വതിയെ കൊല്ലും. ഇനി മരിച്ചാ മതി. മോൻ എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേ? ചെറിയമ്മ ആരെ ഭയക്കുന്നത്? ഇത് എന്റെ വീടാ. നിനക്ക് എവിടെ മാത്രമേ കിട്ടുള്ളൂടാ. ചെറിയച്ഛൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇനി അറിയാൻ എന്താണോ ഉള്ളത്? തെറ്റ് ചെയ്ത് ശിക്ഷിക്കാം, അല്ലാതെ ശിക്ഷിക്കാൻ വന്നാ നിന്ന് തരില്ല ഞാൻ. സുഗുണ, വിടണോ അവനെ? ആഹാ, അമ്മ വളം വെച്ചു കൊടുക്കുകയാണല്ലേ. അവനെ എന്തിനു കുറ്റം പറയണം? ഇങ്ങനെ ഒരുത്തിയെ വീട്ടിൽ വെച്ച് പഠിപ്പിച്ച എന്നെ വേണം കുറ്റം പറയാൻ. നിനക്ക് എങ്ങനെ മനസ്സ് വന്നിട്ട് നാശം പിടിച്ചവളെ? സത്യം എന്താണെന്ന് മുത്തശ്ശി അറിയണം. മറ്റാരും അറിയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ചെറിയമ്മയ്ക്ക് ഒരു സാരി വാങ്ങിയത് കൊടുക്കാൻ വന്നതാ ഞാൻ. അതിനിടയിൽ ആരോ വന്ന് വാതിൽ കുട്ടിയടച്ചു. ചെറിയമ്മ ഞാൻ എന്റെ അമ്മയെ പോലെ കണ്ടിട്ടുള്ളൂ. നിന്റെ അമ്മയെ പോലെ കണ്ടിട്ടില്ലടാവുള്ളൂ. അല്ല, നിന്റെ അമ്മയൊന്നുമല്ലല്ലോ. 2ഉം 3ഉം കെട്ടിക്കഴിയുന്ന ചെറിയച്ഛന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോകാനാണ് പറഞ്ഞത്. ഇനി ഒരു നിമിഷം ഇവനെ ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. ഇവളോട് അവൻ ഇങ്ങനെ പെരുമാറില്ലെന്ന് എന്താ ഉറപ്പ്? പോകാനല്ലേട്ടാ നിന്നോട് പറഞ്ഞത്? നേരെ ഒന്ന് വെളുക്കട്ടാ. മുത്തശ്ശി തെറ്റിദ്ധരിക്കരുത്. ചെറിയമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യം മുത്തശ്ശി. എന്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ചെറിയമ്മയെ കാണുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോ വിദ്യ ചെറിയമ്മ ഹാളിലുണ്ടായിരുന്നു. അവരാ വന്ന് വാതിലടച്ചത്. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ മുറിയിലേക്ക്. ഇതിന്റെ പേരിൽ ചെറിയമ്മയെ വേദനിപ്പിക്കരുത്. മുത്തശ്ശിക്ക് ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചു. വിഷ്ണു, നീ പോ. ഇനി ഇതിൽ പറ എന്ത് അപമാനമാടി ഉണ്ടാവാനുള്ളത്? വിഷ്ണു പറഞ്ഞതിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ സുഗുണനും വിദ്യ അത് വിശ്വസിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? വിദ്യ ഈ വിവരം ജാനകിയോട് പറയില്ലേ? നിനക്കതിലൊന്നും വരാനില്ല. പക്ഷെ വിഷ്ണുവിന്റെ ജീവിതത്തെ അത് ബാധിക്കും. ഇനിയും നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങാനാണ് ഭാവമെങ്കിൽ അവന് നല്ലൊരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ല. വിദ്യ തന്നെ വന്നു കയറുന്ന പെണ്ണിന്റെ കാതിൽ അത് എത്തിക്കും. നിന്നോട് അല്പം അലിവ് കാണിച്ചെന്ന് വെച്ച് ആ പാവം പയ്യന്റെ ജീവിതം കുട്ടിച്ചോറാക്കാതെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. മോന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചനെ ചേർത്ത് ആ പേരുദോഷം ഉണ്ടാക്കിയത്. അതേപറ്റി വല്ല ബോധം ഉണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കരുത്. അത് തന്നെയാണ് നിനക്കും വിഷ്ണുവിനും നല്ലത്. നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ. അവ ഉളരുന്നതിന് സ്ഥലം വിട്ടോളണം, അല്ലെങ്കിൽ മറ്റൊരു ലഹളയാ ഉണ്ടാവുക.
നേരം ഒന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക സൂണ്. ദൈവമേ, അവര് അയൽക്കാർ കേൾക്കത്തക്കൊണ്ട് കൂകി വിളിക്കും. ഓർത്തിട്ട് എന്റെ കയ്യും കാലം വിറയ്ക്കുക. ചെറിയച്ഛനെയും മോനെയും തമ്മിൽ അടിപ്പിക്കാതെ നിനക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് വെളുക്കുന്ന മുൻപ് സ്ഥലം കാലിയാക്കാൻ നോക്കും. എന്താ അഞ്ജലി? ഞാൻ ചോദിച്ചതിന് സുധിയേട്ട ഒരു മറുപടി ഇതുവരെ പറഞ്ഞില്ല. അഞ്ജലി പിടിവാശിന്ന് പിന്മാറണം. എനിക്ക് അതേ പറയാനുള്ളൂ. എന്തിനാ വീട്ടുകാരെ കൂടി വേദനിപ്പിക്കുന്നത്? എന്റേത് പിടിവാശിയൊന്നുമല്ല, ചിന്തിച്ചുറപ്പിച്ച തീരുമാനം തന്നെയാ. കുറെ കാലം ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് സുധിയേട്ടൻ കരുതിയാൽ മതി. ഇവിടെ ഇനി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മ ഗുരുവായൂർക്ക് പോയിരിക്കുക. ഈ സമയത്ത് അഞ്ജലി ഞാൻ കൊണ്ടുവിടില്ല. അഞ്ജലി ഇറങ്ങിപ്പോകുന്നത് അതിനേക്കാൾ വലിയ തെറ്റായിരിക്കും. ദയവായി അതൊന്നും മനസ്സിലാക്കുക. ശരി, അമ്മ വരട്ടെ. അതുവരെ ഞാൻ കാത്തിരിക്കാം. സംഗതി കൊളുത്തി. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഇതിന്റെ 4-1 ആ എൻക്വയറിക്ക് വന്നവരോട് നീ കാണിച്ചില്ലല്ലോ. സുഗുണേട്ടൻ ഒരു സൂചന പോലും തന്നില്ലല്ലോ. നേരെ ഒന്ന് പുലർന്നോട്ടെ, അവനെ ഞാൻ നിർത്തി പൊരിക്കും. അമ്മ ഇപ്പോഴും അവന്റെ പക്ഷത്താ. നന്ദി കേട് കാണിക്കാൻ പറ്റൂടി എന്ന് വെച്ച് കാര്യങ്ങളുടെ ഗൗരവം അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അതമ്മയ്ക്ക് മനസ്സിലായി. വിഷ്ണുവിനെ ആദ്യം പുറത്തു ചാടിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ആദ്യം പോവേണ്ടത് അശ്വതിയാ. ഇനി അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ നാളെ അവൾ സ്വന്തം വീട്ടിലേക്ക് പോകും. പിന്നെ ഇങ്ങോട്ട് വരാൻ അവൾ ധൈര്യം കാണിക്കില്ല. അവൾ പോയി കിട്ടിയ അമ്മയെ ആശ്വസിക്കും. കൊച്ചുമോന്റെ കാര്യം സേഫ് ആകുമെന്നാ അമ്മ കണക്കൂട്ടുന്നത്. അവനെ ഇവിടുന്ന് പറത്തിവിടാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കയ്യിലവൻ പിടിച്ച നീ കണ്ടില്ലേ? ഇന്നുവരെ സുഗുണം കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുമുണ്ട്. എന്റെ കൈ ഒരുത്തനും ഇന്നേവരെ പിടിച്ചിട്ടില്ല. സുഗുണേട്ടൻ തൽക്കാലം ഒന്ന് ക്ഷമിക്ക്. ഈ വീട്ടുമുറ്റത്തിട്ട് അവന്റെ എല്ലൊടിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ആദ്യം അവന്റെ മുഖത്തടിക്കുന്നത് അമ്മയായിരിക്കും. പിന്നെ അവൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഈ വീടും 10 സെന്റും സുഗുണേട്ടന് സ്വന്തം. അശ്വതി പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഒരു വണ്ടി വിളിച്ചവളെ തൂക്കിയെടുത്തവളുടെ വീട്ടിലെത്തിക്കണം. എന്നിട്ട് ആ കിളവൻ ആട്ടക്കാരനോട് വിവരം പറഞ്ഞിട്ട് പോരണം. സുഗുണേട്ടൻ അതിന് കഴിയോ? നാളെ ഞാനത് ചെയ്തിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് സുഗുണൻ എന്നല്ല.
നിക്ക്. എവിടെന്നാ? എങ്ങോട്ട് പോവാ? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ? ഒന്ന് പോകുന്നുണ്ടോ? പക്ഷെ നീയും വരണം. വെളുക്കാൻ ഇനിയും സമയമുണ്ട്. ഇറങ്ങടാ. എന്തായാലും നീ ചാവാൻ പോവല്ലേ, ഒരു സഹായം ചെയ്തിട്ട് പോടി. വാടി. ആ, ഇങ്ങോട്ട് വരാം. കടക്കാതെ നീ. സഹായം ചെയ്തു. കടക്കാതെടി. ഇറങ്ങി നിൽക്ക് അവിടെ. വാടി. വരം പിടിക്കാൻ കൊടു. കടക്കാതെ വരാൻ. എന്താ ഇവിടെ? ആരാ നീ? നീ എവിടെ പോകുന്നു? എനിക്കറിയില്ല. എന്താ ചോദിച്ചു കേട്ടില്ലേ? പോകാൻ ഒരിടം ഇങ്ങോട്ട് എനിക്കില്ല. മാറി. എന്ത് വേണം നമ്പാട്ടമ്മേ? ഇവക്ക് പോകാനൊരു ഇടമില്ലെന്നാ പറയുന്നത്. നീ എന്തിനാ ഈ നട്ടപ്പാതിലേക്ക് ഇറങ്ങി നടക്കുന്നേ? എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. പിന്നെ ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു? ഒരു വീട്ടിൽ പഠിക്കു നിന്നതാ. എന്നിട്ടെന്താ രാത്രി ഇറങ്ങി പോന്നത്? വല്ലതും അടിച്ചോണ്ട് ചാടിയതാണോ? നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്തിനാ നീ ആ വീട് വിട്ട് പോന്നത്? അത് അവിടുത്തെ സാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ പോയിക്കോട്ടെ. പോവാനോ? എവിടോട്ട് പറയടി. മരിച്ചു കളയാൻ ഇറങ്ങിയതാ. നീ വണ്ടിയിലോട്ട് കേറ്. വഴി കണ്ടിട്ട് കാണാതെ പോവാൻ തോന്നാത്തോണ്ടാ. നീ കേറ. ചെല്ല്. ഇറങ്ങി വാ. ഇതെവിടാ? ഇതാണ് നമ്പാട്ട് വീട്. നമ്പാട്ട് വീട്. ഈശ്വര, അഞ്ജലി മോളെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടാ. ഞാൻ എന്ത് ചെയ്യും? ആ പോയതാ നമ്പാട്ടമ്മ. ആ വാ, കേറി വാ. ആ വാ. ഇതാരാ? ആ ആരാന്ന് ചോദിച്ചാ എനിക്കും അറിയില്ല. എന്താ നിന്റെ പേര്? നിന്നോടാ ചോദിച്ചത്. സുജാത. ചന്ദ്രികെ, ഇവിടെ നിന്റെ മുറിയിലേക്ക് കൊണ്ടുപോ. ഇന്ന് ഇവളിവിടെ കഴിയട്ടെ. വാ. ചെല്ലേ. കണ്ടിട്ട് കുഴപ്പക്കാരിയല്ലെന്നാ തോന്നുന്നത്. രാവിലെ ഒരു തീരുമാനം എടുക്കാം. ഞാനിവിടുത്തെ ജോലിക്കാരിയാ. സുജാതയുടെ നാട് എവിടെയാ? നാട് കുറച്ച് വടക്ക. വീട്ടുപണി തന്നെ എന്റേതും. ഇവിടെ സിറ്റിയിലൊരു വീട്ടിലാ കുറെ കാലമായി നിന്നത്. അവിടുത്തെ സാറിന്റെ ശല്യം സഹിക്കവയ്യാതായപ്പോഴാ ഞാൻ ഇറങ്ങിപ്പോന്നത്. അപ്പോഴാ നമ്പാട്ടമ്മയെ കാണുന്നത്. രാത്രി ഇറങ്ങിപ്പോയത് എന്തായാലും മണ്ടത്തരമായി പോയി. അവിടെ നിൽക്കാൻ കഴിയാഞ്ഞിട്ടാ. സുജാതയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. പോകാനാണെങ്കിൽ വേറൊരിടവുമില്ല. വെളുപ്പിനെ ഞാൻ പൊയ്ക്കോളാം. എങ്ങോട്ട്? കുറച്ച് വീടുകൾ കയറി ഇറങ്ങി ചോദിക്കാം. ആരെങ്കിലും ജോലി തരാതിരിക്കില്ല. ശരിയാ, നമ്മളെപ്പോലുള്ളവർക്ക് പണി കിട്ടാനൊന്നും പ്രയാസമില്ല. പക്ഷേ വിശ്വസിച്ച് കൂടെ നിർത്തണ്ടേ? അതും ശരിയാ. അല്ലെങ്കിൽ 2-3 കൊല്ലം മുമ്പ് ഞാൻ നിന്നൊരു വീടുണ്ട്, തൃശ്ശൂരാ. അങ്ങോട്ട് പോവാം. ഏതായാലും നേരം വെളുക്കട്ടെ. നമ്പാട്ടമ്മ സഹായിക്കാതിരിക്കില്ല. ഈ നാട്ടിൽ ഇനി നിൽക്കാൻ എനിക്ക് വയ്യ. ഇവിടെ ആരൊക്കെയുണ്ട്? നമ്പാട്ടമ്മയുടെ 3 അമ്മക്കളും അവരുടെ ഭാര്യമാരും. അഞ്ജലിയുടെ മുന്നിൽ പെടാതെ നാളെ രക്ഷപ്പെട്ടേ തീരൂ. ഞാൻ അവളുടെ ചേച്ചിയാണെന്നറിഞ്ഞാൽ ഈ വീട്ടിലുള്ള അവളുടെ വില കുറഞ്ഞു പോവും. എന്റെ കുട്ടി ഒന്ന് കാണാനും കണ്ണു കൊതിക്കുക. എന്തൊരു വിധിയാ ഈശ്വര എന്റേത്. എന്താ ആലോചിക്കുന്നേ?
നേരം കുറെ ആയില്ലേ, വാ വന്ന് കിടക്കാൻ നോക്ക്. ദാ ഞാൻ പോയെന്ന് നമ്പാട്ടമ്മയോടൊന്ന് പറഞ്ഞേക്കാമോ? അതെന്തൊരു പോക്കാ സുജാതെ, ഒന്നുമല്ലേലും രാത്രി നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതല്ലേ. ദാ ചായ കുടിക്കേ. അല്ല ഇതാരാ? ഇന്നലെ രാത്രി നമ്പാട്ടമ്മയുടെ കൂടെ വന്നതാ. നിനക്കെന്താ ഇവിടെ കാര്യം? നീ ആരാന്ന് പറ. നമ്പാട്ട് ആരുടെയെങ്കിലും ബന്ധുവാണോ? അല്ല. പിന്നെ എവിടുന്ന് അമ്മയ്ക്ക് നിന്നെ കിട്ടിയത്? അത് യാത്ര ചോദിക്കാൻ നിൽക്കുക സുജാത. ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ. എവിടെ പോയാലും വീട്ടുജോലിയല്ലേ നിനക്കറിയൂ. പുറം പണിക്ക് വരുന്ന പെണ്ണിപ്പോ വരുന്നില്ലല്ലോ. ഇല്ല. തൽക്കാലം നീ ഇവിടെ നിന്നു. ചന്ദ്രയ്ക്കൊരു സഹായം ആവട്ടെ. ആരാ എന്താന്നൊക്കെ അമ്മയ്ക്ക് അറിയാവോ? എല്ലാം അറിയാം. ഭാസ്കരമേനന്റെ വീട്ടിൽ അവള് നിന്നിരുന്നത്. കോഴിക്കോട്ടേക്ക് അവർ സ്ഥലം മാറി പോയപ്പം ഇവിടെ നിർത്താവുന്ന എന്നോട് ചോദിച്ചു. ഞാൻ കൂടെ കൊണ്ടുവന്നതാ. ഇവിടെ എല്ലാരും അങ്ങനെ അറിഞ്ഞാ മതി. പറഞ്ഞ കേട്ടോ. നിനക്കിവിടെ പിടിപ്പത് പണിയല്ലേ, കുറച്ച് പകുതി കൂടെ കൊടുക്ക്. മാസം 5000 രൂപ തരും. പഴയ വീട്ടിലെ ഉപദ്രവം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നിക്കാൻ മനസ്സുണ്ടെ നിക്ക്. ഇവിടെ അങ്ങ് കൂടിക്കോ സുജാതെ. ശമ്പളം 5000 പറഞ്ഞാലും നമ്പാട്ടമ്മ കൂട്ടിത്തരും. പിന്നെ നീ ഒറ്റത്തടിയല്ലേ. ഞാൻ ഈ ചായ അഞ്ജലിക്ക് കൊടുത്തിട്ട് വരാം. നമ്പാട്ടമ്മയുടെ ഇളയ മരുമോളാണ്. നീ ആ ഡൈനിങ് ഹാൾ അങ്ങ് തുടച്ചിട്. എല്ലാവർക്കും ഒരു മതിപ്പ് വരട്ടെ. ഈശ്വര, ഓടി രക്ഷപ്പെടാനും കഴിയുന്നില്ലല്ലോ. അമ്മ ഗുരുവായൂരിന്ന് വന്നോ? ഇന്നലെ രാത്രി 12 മണിയോടെ എത്തി. ചായ കുടിക്കേ. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇനി ഈ വീട്ടിൽ വെച്ച് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയരുതേ മോളെ. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സുധിയേട്ടൻ അമ്മയോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ നേരിട്ട് ചോദിക്കാൻ നിശ്ചയിച്ചു. ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ഇനി എന്താലോചിക്കാനാ ചേച്ചി? ഈ നിമിഷം വരെ എന്റെ ആലോചന മറ്റൊന്നായിരുന്നില്ല. കുറച്ച് അപമാനമൊക്കെ അച്ഛന് സഹിക്കേണ്ടി വരും. വലിയ വീട്ടിലേക്ക് കെട്ടിച്ചുവിട്ട മകൾ തിരിച്ചു വന്നില്ലേ? എല്ലാം കേട്ട് കഴിയുമ്പോൾ തിരിച്ചു പോകുന്നത് നന്നായി എന്നേ അച്ഛൻ പറയൂ. എടുത്തു ചാടി പോകുന്നത് വീണ്ടും വിചാരമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. അഞ്ജലി സുധിയോട് ഇത് പറഞ്ഞത് നന്നായി. സമ്മർദ്ദത്തിൽപ്പെടുത്താൻ പറ്റും. വളരെ പെട്ടെന്ന് സുധി ഒരു തീരുമാനം എടുക്കും. അതുപോലെ ആവില്ല അമ്മയോട് എന്ന് പറയുന്നത്. എന്റെ മനസ്സിൽ ഒരാശങ്കയില്ല. എന്നെ വേണമെങ്കിൽ സുധിയേട്ടൻ എന്റെ വീട്ടിലേക്ക് വരും. ഇനി ഈ വീട്ടിലേക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാ. കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായ ഞാൻ വരും.